साल में हिंदुस्तान के गरीब परिवारों के घर में जहां लकड़ी का चूल्हा जलता है, हर दिन मां के शरीर में खाना पकाने में 400 सिगारेट जितना धुआं जाता है, उन माताओं को धुएं से बचाना है। जाने कहां खाना पकाने में 400 सिगारेट जितना धुआं जाता है, उन माताओं को धुएं से बचाना है। नजरों को हम बिछाएंगे, जाने कहां गए वो दिन, कहते थे तेरी राह में नजरों को हम बिछाएंगे। ഓഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ തിരംഗയാത്രകൾ സംഘടിപ്പിക്കുകയാണ്. ഓരോ ഭാരതീയന്റെയും അഭിമാന മുഹൂർത്തമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാനും വന്ദേ മാതര ഗാനം ആലപിക്കാനും തീരദേശ സ്നേഹികളുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, ദേശസ്നേഹികളായിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകളെ ദേശസ്നേഹത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ മാതൃകകൾ പറഞ്ഞു കൊടുക്കുന്നതിനും അറിയുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ ಸ್ವಾಗತ പറയുക ಎನ್ನುವುದಾണ് എൻ്റെ ಕಡಮೆಯು. ನರೇಂದ್ರ ಮೋದಿಜಿಯವರ ಗವರ್ನಮೆಂಟ್ ಅಧಿಕಾರ ಬಂದ ನಂತರ ನಾವು ಕಾಣುವಂತಹ ನಿಜವಾದಂತಹ ಸ್ವತಂತ್ರ ಅಂತ ಹೇಳಿದ್ರೆ ನಾವು ಈ ಕಳೆದ 12 ವರ್ಷದಿಂದ ಕಾಣ್ತಾ ಇದ್ದೇವೆ. ನಮ್ಮ ಭಾರತದ ಸ್ವತಂತ್ರಕ್ಕೋಸ್ಕರ 1947, ಇವಾಗ 2026ರಲ್ಲಿ ನಾವೀಗ ಬಂದದ್ದು. ಸೊ ಇಷ್ಟು ವರ್ಷದಲ್ಲಿ ನಾವು ನಮ್ಮ ಭಾರತವನ್ನ ಬಲಿಷ್ಠ ಭಾರತವಾಗಿ ಮತ್ತೆ ನಮ್ಮ ಯುವಕರಿಗೆ, ನಮ್ಮ ಯುವ ಪೀಳಿಗೆಗಳಿಗೆ ನಾವು ಏನು ಕೊಡ್ತಾ ಇದ್ದೀವಿ ಅಂತ ಹೇಳಿ ಈಗ ಕಳೆದ 12 ವರ್ಷಗಳಿಂದ ನಾವು ಇವತ್ತು ಎಲ್ಲ ಕೆಲಸ ಕಾರ್ಯಗಳಲ್ಲೂ ಕೂಡ ನಾವು ಹೋರಾಟ ಮಾಡಿಕೊಂಡು ನಾವು ಮಾಡ್ತಾ ಇದ್ರೆ, ಇದಕ್ಕೆ ನಮ್ಮ ಭಾರತವನ್ನ ಕಾಯ್ತಾ ಇರುವಂತಹ ಅದೆಷ್ಟು ಸೋಲ್ಜರ್ಸ್ಗಳಿಗೆ ನಾವು ಇವತ್ತು ಇಲ್ಲಿಂದ ಅವರಿಗೆ ನಮನವನ್ನ ಸಲ್ಲಿಸಬೇಕು. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ನಾವೆಲ್ಲರೂ ಕೂಡ ಸುಖವಾಗಿ ನಿದ್ರೆ ಮಾಡುವ ಸಂದರ್ಭ ಆಗಿರ್ಬೋದು, ನಾವು ಸುಖವಾಗಿ ನಮ್ಮ ಸಂಸಾರದೊಟ್ಟಿಗೆ ಇರುವ ಸಂದರ್ಭ ಆಗಿರ್ಬೋದು, ಯಾವುದೇ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅಥವಾ ಮದುವೆ ಸಮಾರಂಭ ಆಗಿರ್ಬೋದು, ಮನೆಯ ಒಕ್ಕಲು ಸಮಾರಂಭ ಆಗಿರ್ಬೋದು, ಎಲ್ಲ ಸಮಾರಂಭದಲ್ಲೂ ಕೂಡ ನಾವು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಭಾಗವಹಿಸಿಕೊಂಡು ಇವತ್ತು ಸುಖವಾಗಿದ್ದರೆ, ಅದಕ್ಕೆ ಚಳಿ ಅಂತ ನೋಡದೆ, ಬಿಸಿಲಂತ ನೋಡದೆ, ಮಳೆ ಅಂತ ನೋಡದೆ, ನಮ್ಮ ಭಾರತದ ಗಡಿ ಪ್ರದೇಶದಲ್ಲಿ ಕಾಯ್ಕೊಂಡು ನಮ್ಮನ್ನ ಕಾಯ್ತಾ ಇರುವಂತಹ ಸೇನಾಧಿಪತಿಗಳಿಗೆ ಇವತ್ತು ನಾನು ಇಲ್ಲಿಂದ ಅವರಿಗೆ 1000 ನಮನಗಳನ್ನು ನಾನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ನರೇಂದ್ರ ಮೋದಿಜಿಯ ಬಗ್ಗೆ ಹೇಳಬೇಕು ಅಂತಿಲ್ಲ, ಅದರಲ್ಲಿ 2 ಮಾತಿಲ್ಲ. ಇವತ್ತು ನಮ್ಮ ಭಾರತ ಬಲಿಷ್ಠ ಭಾರತವಾಗಿ ಇವತ್ತು ನಮ್ಮ ರಾಷ್ಟ್ರ ಒಂದು ಒಳ್ಳೆಯ ಮಟ್ಟಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ನಮ್ಮ ಭಾರತವಾಗಿ ನಮ್ಮ ಭಾರತಕ್ಕೆ ಒಳ್ಳೆಯ ಹೆಸರು, ಅವಕಾಶವನ್ನು ಸಿಗ್ತಾ ಇರೋದು ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ನರೇಂದ್ರ ಮೋದಿಜಿ ಮಾಡ್ತಾ ಇರುವಂತಹ ಎಲ್ಲ ಕೆಲಸ ಕಾರ್ಯಗಳಿಂದ. ಆ ನರೇಂದ್ರ ಮೋದಿಜಿಯವರ ಕೆಳಗೆ ಕೆಲಸ ಮಾಡುವಂತಹ ಭಾಗ್ಯ ನಮಗೆ ಸಿಕ್ಕಿರುವಂತಹ തിരംഗ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ആഗസ്റ്റ് 15 അതിനർത്ഥം വിദേശ അടിമത്തത്തിൽ നിന്നും ഭാരതം മോചിതമായിട്ട് 79 വർഷം തികയുന്നു. സ്വാതന്ത്ര്യം ലഭ്യമായത് ഒരു പ്രമേയത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ അല്ല. നൂറ്റാണ്ടുകളായി നമ്മുടെ ദേശാഭിമാനികളായ പൂർവികർ നടത്തിയ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത്. അതായത് വിജൃംഭിതമായ ദേശാഭിമാന ബോധത്താൽ അമ്മയ്ക്ക് വേണ്ടി അടർക്കളത്തിൽ അടലാടി വീരമൃത്യു പ്രാപിച്ച, അമരത്വം പ്രാപിച്ച ധീരദേശാഭിമാനികളുടെ കഥയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം. സ്വാതന്ത്ര്യ സമരാഗ്നിയിൽ സ്വന്തം ജീവിതം എണ്ണയാക്കി മാറ്റിയ എണ്ണമറ്റ ബലിദാനികളുടെ ദീപ്തമായ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ആദരാഞ്ജലികൾ ആദ്യമേ അർപ്പിക്കാം. വികാരത്തോടുകൂടി
ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ യാത്രയിൽ അണിനിരന്നത്. ഇന്ന് കാലത്ത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും റാലിയില് ആയിരങ്ങൾ അണിനിരക്കുകയുണ്ടായി. സത്യത്തിൽ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഈ ഭാരതാംബയുടെ ഈ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എന്ത് വില കൊടുത്തും വേണമെങ്കിൽ രക്തവും ജീവനും നൽകി നിലനിർത്താൻ നാം തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമാണ് ഈ തിരംഗ യാത്രയിലൂടെ നാം നൽകുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായി ആ സേതു ഹിമാചലം ഈ ദേശസ്നേഹത്തിന്റെ വേലിയേറ്റം ഉണ്ടാക്കിക്കൊണ്ട് നാം ഈ തിരംഗ യാത്ര സംഘടിപ്പിക്കുന്നത്. വർത്തമാനകാല സാഹചര്യം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പൂർവികന്മാർ ജീവത്യാഗം ചെയ്ത് ആസൂത്രിതമായി ശ്രമിക്കുന്ന സമയത്താണ് പ്രിയമുള്ളവരെ കുമ്പളയിൽ ഈ തിരംഗ യാത്ര നടക്കുന്നത്. ഞാൻ ഇന്ന് കാസർഗോഡ് കുമ്പളയിൽ വെച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇന്ന് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താ? ഈ നാട്ടിലെ യുവാക്കന്മാരുടെ തൊഴിലില്ലായ്മയല്ല, ഈ നാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന യാതനകളും വേദനകളുമല്ല, ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളല്ല, മറിച്ച് നമ്മുടെ കേരളം ഭരിക്കുന്ന കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ആവശ്യം വന്ദേ മാതര ഗാനം നിരോധിക്കണമെന്നുള്ളത്. കേരളത്തിൽ വന്ദേ മാതര ഗാനം അപ്രഖ്യാപിതമായി നിരോധിച്ചിരിക്കുകയാണ്. വന്ദേ മാതര ഗാനം ബഹിഷ്കരിക്കാനാണ് UDF സർക്കാരും അതേപോലെ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രഗീതമായ വന്ദേ മാതര ഗാനത്തിനെതിരെ, വന്ദേ മാതര ഗാനം നിരോധിക്കാനും ബഹിഷ്കരിക്കാനുമുള്ള UDF സർക്കാരിന്റെ തീരുമാനം അത് രാജ്യദ്രോഹമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ, ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച, രാഷ്ട്രഗീതമായി അംഗീകരിച്ച വന്ദേ മാതരം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. അതുകൊണ്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിലപാട് ദേശവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഒന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്, UDF സർക്കാർ തയ്യാറാവുന്നതെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ എന്ന പോലെ കേരളത്തിന്റെ എല്ലാ തെരുവുകളിലും വന്ദേ മാതര ഗാനം കൂട്ടമായി ആലപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. അത് രാജ്യദ്രോഹികൾക്കെതിരായിട്ട്, ദേശവിരുദ്ധർക്കെതിരായിട്ടുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഉയർത്തലും അതോടനുബന്ധിച്ച് ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുണ്ട്. ഈ ചടങ്ങിൽ വന്ദേ മാതര ഗാനം പാടാൻ പാടില്ലെന്നാണ് UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വന്ദേ മാതര ഗാനം ബഹിഷ്കരിക്കാനാണ് UDF സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ദേശസ്നേഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വന്ദേ മാതര ഗാനം ആലപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. പരിപാടി നടത്തും. വന്ദേ മാതര ഗാനത്തോട് മാത്രമല്ല കോൺഗ്രസിനും മുസ്ലിം ലീഗിനും UDF-നും വിരോധവും വിയോജിപ്പും, മറിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയായ ധീരദേശാഭിമാനിയായ 3 പതിറ്റാണ്ടിലധികം കാലം ബ്രിട്ടീഷ് ഭരണകാലത്ത് ജയിലറകളിൽ കഴിയേണ്ടി വന്ന വീരസവർക്കർക്കെതിരായിട്ടും ഇതേ ശക്തികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വീരസവർക്കറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയതിന്റെ പേരിൽ
ദേശസ്നേഹിയായ അധ്യാപകന്റെ പേരിൽ നടപടിയെടുക്കാൻ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഒരു സേനാനിയാണ്. അദ്ദേഹത്തെ പോലും അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കേരളത്തിലെ ഗവൺമെന്റും അത് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറാകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്, വന്ദേ മാതര ഗാനത്തോടും വീര സവർക്കറോടുമുള്ള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിലപാട് ദേശവിരുദ്ധവും രാജ്യദ്രോഹവുമാണ്. പ്രിയമുള്ളവരെ, വന്ദേ മാതര ഗാനം ആലപിച്ചുകൊണ്ടാണ് 10,000-കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. അന്ന് ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല, രാഷ്ട്രീയക്കാരില്ല, ഭാഷയില്ല, വേഷമില്ല, ജാതിയില്ല, മതമില്ല, എല്ലാവരും ഭാരതീയരാണ് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അഭിമാന പ്രചോദിതമാണ് എന്ന ഒറ്റ കാരണത്താൽ വന്ദേ മാതര ഗാനം നിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറായി. നിരോധിക്കുകയും ചെയ്ത കോൺഗ്രസ് മുസ്ലിം ലീഗ് സർക്കാരും തമ്മിൽ അടിസ്ഥാനപരമായി എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് അവർ വിശദീകരിക്കണം. അന്ന് ബ്രിട്ടീഷുകാരാണത് വന്ദേ മാതര ഗാനം നിരോധിച്ചതെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കോൺഗ്രസും മുസ്ലിം ലീഗും വന്ദേ മാതര ഗാനം നിരോധിക്കുന്നു. അന്ന് വീരദേശാഭിമാനിയായ വീര സവർക്കറെ ജയിലിലടച്ചത് ബ്രിട്ടീഷ് സർക്കാരാണെങ്കിൽ ഇന്ന് വീര സവർക്കറെ അപമാനിക്കാനും അവഹേളിക്കാനും തയ്യാറാകുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും സംയുക്തമായി നേതൃത്വം നൽകുന്നു. പ്രധാനമായും വന്ദേ മാതര ഗാനത്തോട് ഇവർ വിയോജിക്കുന്ന അറിയാൻ ആഗ്രഹമുണ്ട്, ചിലരെന്താ അറിയാൻ ആഗ്രഹമുണ്ട്. ഇവർ അതേപോലെ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന സമിതി അംഗം ശ്രീ അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, സംസ്ഥാന अध्यक्षರು ಸಿದ್ದೇಶ್ ಅವರು ನಮ್ಮ ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಟಿ.ಕೆ. ಕೃಷ್ಣದಾಸ್ ಅವರು, ಸದಸ್ಯರಾದಂತಹ ಶ್ರುತಿಯಾ ಸುನಿ, ಬಾಬುರಾಜ್, ಅದೇ ರೀತಿ ಮನ್ಲಾಲ್ ಮೇಲರ್, ನಮ್ಮ ഗ്രാമപഞ്ചായത്ത് നായിക്, അതേപോലെ തന്നെ ഈ മണ്ഡലത്തിന്റെ പ്രഭാരി ശ്രീ പി. രമേശ്, ജില്ലാ യോഗത്തിലേക്ക്, അതുപോലെ തന്നെ ശ്രീ യാദവ്, മധൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷാൻമോ, കർണാടക ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ മുരളീധർ യാദവ്, മുൻ ജില്ലാധ്യക്ഷനാണ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ സതീഷ് ചന്ദ്ര ഭണ്ഡാരി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ എ. വേലായുധൻ, അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി. ആർ. സുനിൽ, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റൊരു ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ മൻലാൽ മേലത്തെ ഈ പരിസരത്തിൽ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ ആദരണീയരായിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ ഗോപുരങ്ങൾ തീർത്ത ഷാള അണിയിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ജില്ലാധ്യക്ഷനാണ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ സതീഷ് ചന്ദ്ര ഭണ്ഡാരിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഖേമന്ത്രം സുപരിചിതനായിട്ടുള്ള കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ശ്രീ പി. കെ. കൃഷ്ണദാസ്, അതുപോലെ തന്നെ ശ്രീ യാദവ്, മധൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷാൻമോ, കർണാടക ജില്ലാ പഞ്ചായത്ത് അംഗം, ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഖേമന്ത്രം സുപരിചിതനായിട്ടുള്ള കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ശ്രീ പി. കെ. കൃഷ്ണദാസ്, സ്വാതന്ത്ര്യ സമര സേനാനികളെ ആവേശം കൊള്ളിച്ച ഈ രാഷ്ട്രീയ ഗീതം എങ്ങനെയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ
City Gold, Golden Diamonds. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9496